നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്രകൾ ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും. പലപ്പോഴും അന്ന് എയർ ഇന്ത്യ അപകടമടക്കം ഉണ്ടായപ്പോൾ പലപ്പോഴും പല ആളുകളും വിമാനയാത്ര അത് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യാൻ പോകുന്നവർക്കും ഒരു ഭയം എപ്പോഴും ഉള്ളിലുണ്ടാകും. ഏതായാലും ചിലർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും വിമാനയാത്രകൾ സമ്മാനിക്കുക, ചിലർക്ക് വളരെ മോശം അനുഭവങ്ങളും സംഭവിക്കും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള ഇൻഡിഗോ 6E6571 വിമാനത്തിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയ യാത്രക്കാരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. വ്യോമയാന പ്രോട്ടോകോൾ അനുസരിക്കാത്ത യാത്രക്കാരനെ കൊൽക്കത്തയിൽ എത്തിയതിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതെന്ന് ഇൻഡിഗോ അറിയിച്ചു. ക്യാബിൻ ക്രൂവിനോടും സഹയാത്രികരോടും ഇയാൾ മോശമായി പെരുമാറുകയായിരുന്നു. 31D സീറ്റിലിരുന്ന യാത്രക്കാരൻ മദ്യപിച്ചിരുന്നു. ഇയാൾ വിമാനത്തിൽ കയറിയതിന് പിന്നാലെ ഹരഹര മഹാദേവ എന്ന് ചൊല്ലാൻ ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു. സഹയാത്രികരോടും ജീവനക്കാരോടും അഭിഭാഷകനായ ഇയാൾ തർക്കിച്ചു. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഇയാൾ ശീതളപാനീയത്തിന്റെ ഒരു കുപ്പി ഒളിപ്പിക്കുന്നതും ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മദ്യം മണക്കുന്ന ഇയാളെ ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ ആ കുപ്പിയിൽ നിന്ന് ഇയാൾ പെട്ടെന്ന് കുടിച്ചു. ഇതോടെ കൊൽക്കത്തയിൽ വിമാനം ഇറങ്ങിയതിന് പിന്നാലെ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അതേസമയം ഹരഹര മഹാദേവ എന്ന് ചൊല്ലി ജീവനക്കാരെ അഭിവാദ്യം ചെയ്തതേ ഉള്ളൂവെന്നാണ് യാത്രക്കാരന്റെ നിലപാട്. മതപരമായ ഉദ്ദേശമില്ലായിരുന്നുവെന്നും യാത്രക്കിടയിൽ മദ്യപിച്ചിരുന്നില്ലെന്നും ഇയാൾ പറയുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ബിയർ കുടിച്ചിരുന്നുവെന്നും അതിന്റെ റെസീറ്റ് കയ്യിൽ ഉണ്ടെന്നും ഇയാൾ വാദിക്കുന്നു. ജീവനക്കാരും ഇയാളും പരസ്പരം പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ താൻ മദ്യപിച്ചിട്ടില്ലെന്നും മതപരമായ ഉദ്ദേശത്തോടെയല്ല ഹർഹർ മഹാദേവ് എന്ന് അഭിവാദ്യം ചെയ്തതെന്നും യാത്രക്കാരൻ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിൽ കയറുന്നതിന് മുൻപ് താൻ ഒരു ബിയർ കുടിച്ചിരുന്നുവെന്ന് തെളിയിക്കാൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഈ ഒരു റെസിപ്റ്റ് അയാൾ കാണിക്കുകയായിരുന്നു. ഏതായാലും 3 മണിക്കൂറോളമാണ് ഇയാളുടെ ഒരു പ്രവൃത്തി കാരണം വിമാനം വൈകിയത്. ഡൽഹിയിലെ പാർക്കിംഗ് ബേയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിമാനം കൊൽക്കത്തയിൽ എത്തിയപ്പോൾ പ്രശ്നക്കാരനായ യാത്രക്കാരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാളുടെ ഈ ഒരു പ്രവൃത്തി പലതും വളരെ വേഗത്തിൽ തന്നെ അടിയന്തര യാത്ര നടത്തിയിട്ടുള്ള പല ആളുകൾക്കൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. മണിക്കൂറുകളോളമാണ് ഇത്തരത്തിൽ വിമാനം വൈകിയത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും ഇയാൾ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഹരഹർ മഹാദേവ എന്നുള്ളത് മറ്റേ യാത്രക്കാരോടും കൂടി വിളിക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്.